ഏതായാലും പുതുപ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടു കൂടിയാണ് ചാണ്ടി ഉമ്മന്റെ ജയമെന്ന് പറയുന്നത്. അതേസമയം ഈ ഭൂരിപക്ഷ കണക്കുകളൊക്കെ വരുന്നതിനിടയിൽ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ശൈലജ ടീച്ചറുടെയും ഒക്കെ ഭൂരിപക്ഷ കണക്കുകൾ വെച്ചുകൊണ്ട് അതൊരു സഹതാപ തരംഗവും ഇല്ലാതെ അവർ നേടിയ വലിയ ഭൂരിപക്ഷങ്ങളുടെ കണക്കുകൾ വെച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷത്തെ താരതമ്യം ചെയ്യുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും വരികയുണ്ടായി. പ്രത്യേകിച്ചും ഒരു സഹതാപ തരംഗത്തിൽ വിജയിച്ചവരുടെ ചരിത്രം മാത്രമേ 98% ഇന്ത്യയിലുള്ളൂ എന്നുള്ളതിൻ്റെ കണക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുകൂടിയാണ് അവരത് പറയുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഭൂരിപക്ഷത്തെ നമുക്ക് അവഗണിക്കാൻ കഴിയില്ല. അച്ചുമ്മനെതിരെ ഉണ്ടായ സൈബർ ആക്രമണങ്ങൾ ഇതെല്ലാം ചാണ്ടിയുടെ വിജയത്തിന് മൈലേജ് കൂട്ടിയിട്ടുണ്ട്. അതേസമയം ഇടത് സ്ഥാനാർത്ഥി ജെയ്സി തോമസിനും സൈബർ ഇടങ്ങളിൽ നിന്ന് കടുത്ത വിമർശനങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വന്നു. അതിൻ്റെ കൂടി ഒരു സമകാലിക ചരിത്രം കൂടിയുണ്ട് ഈ തെരഞ്ഞെടുപ്പിന്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിലെ പിന്മുറക്കാരിയായി മകളെത്തിയേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് അച്ചുമ്മൻ വാർത്തകളിൽ നിറയുന്നത്. മത്സരരംഗത്തിറങ്ങുന്നത് ചാണ്ടി ഉമ്മനാണെന്നും മറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നുമുള്ള വിശദീകരണവുമായി അച്ചുമ്മൻ തന്നെ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ അച്ചുവിന്റെ വസ്ത്രത്തിന്റെയും ബാഗുകളുടെയും വിലയും വിദേശത്തെ അവരുടെ ബിസിനസ്സും മോഡലിംഗുമെല്ലാം സൈബർ പോരാളികൾ ആയുധമാക്കി. അച്ചുവിനെതിരെ കടുത്ത സൈബർ ആക്രമണമുണ്ടായി. ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ കുടുംബം തയ്യാറായില്ലെന്നും ആരോപണങ്ങൾ ഉയർന്നു. സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം പരിധിവിട്ടതോടെ അച്ചു നിയമ നടപടിയുമായി മുന്നോട്ടുപോയി. തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ വ്യക്തമായ മറുപടിയുമായി അച്ചു മാധ്യമങ്ങളെ കണ്ടു. ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനുമെതിരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ തുണച്ചു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തോടെ ചാണ്ടി ഉമ്മൻ ജയിച്ചു. LDF സ്ഥാനാർത്ഥി ജെയ്സി തോമസിനും കുടുംബത്തിന് നേരെയും വിമർശനങ്ങൾക്ക് കുറവുണ്ടായില്ല. ജെയ്ക്കിന്റെ അച്ഛന്റെ പ്രായവും പിതൃസ്വത്തുമെല്ലാം വിവാദങ്ങൾ സൃഷ്ടിച്ചു. ജെയ്ക്കിന്റെ ഗർഭിണിയായ ഭാര്യ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയത് സഹതാപ വോട്ടിനെന്ന രീതിയിലായിരുന്നു സോഷ്യൽ മീഡിയയിൽ പ്രചാരണമുയർന്നത്. സംഭവത്തിൽ ഗീതുവും പോലീസിൽ പരാതി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.